ഹലോ ഫ്രണ്ട്സ്, ജിജി സാമൽ വ്ളോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോ ചെയ്യാൻ പോവാണ്. ചെയ്യുന്ന വീഡിയോ നമ്മളൊരു കൂടുണ്ടാക്കുവാണ്. നമ്മൾ കൂടുണ്ടാക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ മുളയാണ്, മഞ്ഞമുള വെട്ടി. അപ്പം മുള കൊണ്ടുള്ള ഒരു കൂട് ഉണ്ടാക്കാനാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ മുളയും കമ്പിയാണ്. കമ്പി നമ്മൾ തെങ്ങൊക്കെ വലിച്ചു കെട്ടുന്ന കമ്പിയാണ്. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കൂടുണ്ടാക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയായിരിക്കും എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം നമ്മൾ ഒറ്റയ്ക്കാണ് കിടന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. എന്തായാലും നിങ്ങളതെല്ലാം പരിഹരിച്ച് നമ്മളെ വീഡിയോ കാണുക. എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ. മുറിക്കുന്നതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം. കാരണം ഈ സാധനം മുളയുടെ കൈ മുറിയാൻ നല്ല സാധ്യതയുണ്ട്. കാരണം പെട്ടെന്ന് കൈ മുറിയുന്നൊരു സാധനം എൻ്റെ ഇവിടെ എങ്ങാനും കൊണ്ടുകഴിഞ്ഞാൽ കൈ മുറിയും. അപ്പം നമ്മളിതേപോലെ ഒരു പീസ് ഇപ്പം നമ്മൾ 4 പീസ് ആക്കിയിട്ടുണ്ട്. അപ്പം 4 പീസ് അത് നമ്മൾ 8 പീസ് ആക്കുക. അപ്പം നമുക്കിത് ഒന്ന് ചീകി എടുക്കണം. നമ്മൾ അരിവായാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. അരിവായാണെങ്കിൽ എളുപ്പമാണ്. ഈ മുട്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ടൊന്ന് ചെയ്യണം. നമ്മൾ കെട്ടുമ്പോഴൊക്കെ നമുക്ക് കയ്യാലൊക്കെ കയറി ഉടക്കും. ഈ കൂട് നമ്മൾ കെട്ടുന്നത് ഇതുകൊണ്ട് തെങ്ങ് പഠിച്ച് കെട്ടുന്ന കമ്പി കൊണ്ടാണ് നമ്മൾ കൂട് കെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് കിലോയ്ക്ക് 140 രൂപ വിലയാണ്. നമ്മളൊരു 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. 2 കിലോയ്ക്ക് ഒരു കൂടിന് ഒരു 3 റിങ് വെച്ച് നമുക്ക് എടുക്കണം. അപ്പം അതിന് വേണ്ടിയാണ് ഇത്രയും സാധനം വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ഒരു പുതിയൊരു ഐറ്റം വാളാണ്. പുതിയതല്ല, സാധാരണ എല്ലാ കടകളിലും ഉണ്ട്. അപ്പം നമുക്ക് ഞാൻ ഈ മുള കട്ട് ചെയ്യാൻ വേണ്ടി സാധനം വാങ്ങിച്ചിരിക്കുന്നത്. അടിപൊളി സാധനമാണ്. അപ്പം ഏത് മുളയോ അതുപോലെ ചെറിയ മരത്തിൻ്റെ കമ്പുകളൊക്കെ വെറും അനായാസമായിട്ട് കട്ട് ചെയ്താൽ വെറും ഈസിക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം ഇവിടെ നല്ല പല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ വിലയെന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങിച്ച 250 രൂപയ്ക്കാണ്. പല സ്ഥലത്തും പല വിലകളാണ്. അപ്പം ചില സ്ഥലത്തൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് 300 രൂപ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വാങ്ങിച്ച കട അതിന് 250 രൂപ കൊടുത്തുള്ളൂ. അപ്പം നമ്മൾ ചെറിയ ആക്സോ ബ്ലേഡാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വലിപ്പം. അതായത് ഈ കമ്പിയുടെ ചുറ്റിൻ്റെ അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ റിങ്ങിൻ്റെ വലിപ്പം വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഓടിക്കാം. ഇതാണ് ഒരു കൂടിൻ്റെ റിങ്. അപ്പം നമുക്കിത് യോജിപ്പിക്കാം. കെട്ടുവാണേ, കൂട്ടിക്കെട്ട് റിങ് കെട്ടുക.
അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ഇനിയിപ്പോൾ നമ്മൾ ഇതൊന്ന് ഉരുക്കി പിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ റിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്തതെല്ലാം ഒന്ന് കെട്ടിയിട്ട് ബാക്കിയെല്ലാം ഒന്ന് കെട്ടാം. ഓക്കെ, അളവൊന്നും ഞാൻ നോക്കുന്നില്ല, ഉദ്ദേശം വെച്ചുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. നമ്മൾ ഒരുമാതിരി മണ്ണമുള്ള ചരടാ. അപ്പം നമുക്ക് മുറുക്കാനൊക്കെ നല്ല മയമുള്ള ചരട് വേണേ. നമ്മളിതിന് വലിയ ഫിനിഷിംഗ് ഒന്നും നോക്കുന്നില്ല, നമുക്ക് മീൻ പിടിക്കണം അതൊക്കെ ഉള്ളൂ. വലിയ ചിലപ്പം വളഞ്ഞൊക്കെ ഇരിക്കുക, അതൊന്നും നമുക്ക് വിൽക്കാനുള്ള കാര്യമൊന്നുമില്ല. എല്ലാ കമ്പം നേരെ വരാനൊക്കെ ഇഷ്ടം പാടാ. അതൊക്കെ നമുക്ക് ആളാന്ന് കുറിച്ചൊക്കെ നമുക്കൊന്ന് അതിൻ്റെ ഒന്നും കാര്യമില്ല. കാരണം നമുക്ക് മീൻ കിട്ടണമെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യം കൂടിയില്ല. പിന്നെ ഒരു ഭംഗി വരേണ്ടതാണ്, എന്നാലും അത്ര ഭംഗി നമ്മൾ കുറയ്ക്കുന്നൊന്നുമില്ല. കൃത്യം ചരട് പിടിച്ചുള്ള പരിപാടിയൊന്നും നമുക്കില്ല. എന്നൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആറ്റിലോട്ടിട്ട് 2 വരി വലിക്കുമ്പോഴത്തേക്ക് കൂട് മാങ്ങാട്ടി പോലെ വരുവാകും. അതുകൊണ്ട് പിന്നെ നമ്മൾ വലിയ ഷോയൊന്നും കാണിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇത് കഴുതായുടെ മുന്നിലോട്ടാണ് നമ്മൾ കൊണ്ട് ചെല്ലുന്നത്. ആദ്യത്തെ ദിവസം തന്നെ അതിൻ്റെ നാക്കോട് തന്നെ ഒരു പരിവാക്കിയായിരുന്നത്. മീനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കഴുത കയറി നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ വലിയ ഫാഷനൊന്നും നോക്കുന്നില്ല. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നായിരുന്നേ. അവര് നമ്മുടെ കൂട് ഉണ്ടാക്കുന്ന കാണാൻ വേണ്ടി വന്നതാണ്. ഇത് മാറിയിരിക്കേ. ഞാനാ പാർട്ടിയെന്നറിയോ? അവൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാവും പറയുന്നത്. പണ്ടത്തെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ പോലെ ഉണ്ട് അല്ലേ? എൻ്റെ പെങ്ങളുടെ മകളുടെ കൊച്ചാണ്, പെങ്ങളുടെ മകളാണ് നിൽക്കുന്നത്. അത് വൈകുന്നേരം വന്നാ വീട്ടില്. അവിടെ നമുക്കൊരു വീഡിയോയിനകത്ത് ഉൾപ്പെടുത്തി. അപ്പോൾ നമ്മൾ ഒരു സൈഡ് നമ്മൾ കെട്ടി തീർന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് പോവാം. നമ്മുടെ കൂടിൻ്റെ 2ാമത്തെ ഘട്ടം നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കൂടാണ്. ഇത് നമ്മുടെ കൂട് 2 കാര്യത്തിന് വേണ്ടി നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ ട്രോളിംഗ് എല്ലാം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പൂരി പിടിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. പൂരി ഉണ്ടെങ്കിൽ ഉറപ്പില്ല, എങ്കിലും പെട്ടെന്ന് നമ്മുടെ ആറ്റിലെ വെള്ളം മോശമാകും. അപ്പോൾ നമ്മൾ എല്ലാം കെട്ടി സെറ്റാക്കി. ഇപ്പം തന്നെ ന്യായമായിട്ട് ബലമായി. 3ാമത്തെ കമ്പി വെച്ചപ്പോഴത്തേക്ക് ബലമായി. ഇനി വല പൊതിയണം.
വല പൊതിഞ്ഞ് ഇതെല്ലാം നല്ല മുറുക്കി വരുമ്പോഴത്തേക്ക് നല്ല ടൈറ്റായിട്ട് സെറ്റായിട്ട് എങ്ങനെയുണ്ട്? അതിന് നമുക്ക് വല പൊതിഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, നമ്മുടെ കൂടിന് നമ്മൾ ഒരു കമ്പിയും കൂടെ വെക്കാൻ പോവുക. എന്ത് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തീറ്റയൊക്കെ കെട്ടിയിടാൻ വേണ്ടിയാണ്. നമ്മളിപ്പോൾ 4ാമതൊരു കമ്പിയും കൂടെ വെക്കാൻ പോവുക. ഇതിപ്പോൾ അത് വെക്കുന്ന അതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടാണ് ഈ കമ്പി നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇതിനകത്ത് വെക്കുവാണെങ്കിൽ കറക്റ്റ് ഇത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ കമ്പുകളെ നമ്മൾ മുട്ടാതെ വരും. ഇപ്പോൾ കയറ്റാനൊക്കെ എളുപ്പം ഇതാണ്. ഇതിനകത്ത് നിന്നത് എല്ലാ കമ്പ് ഇതുപോലെ ടച്ച് ചെയ്ത് നമുക്ക് കെട്ടാൻ എളുപ്പം. നമുക്കത് അപ്പോൾ 4ാമത്തെ കമ്പും കൂടെ നമ്മൾ വെക്കുവാണ്. ഇത് നമുക്ക് തീറ്റ ഒക്കെ കെട്ടിത്തൂക്കിയിടാനും ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ 4ാമത്തെ കമ്പി വെക്കുന്നത്. 3 കമ്പി വെച്ചാൽ മതി ആവശ്യത്തിന്. അപ്പോൾ അത് നമ്മൾ കൂട് ഇടുന്ന സമയത്ത് അതിൻ്റെ ഗുണം നിങ്ങളെ കാണിക്കാം. ഗുണമെന്നല്ല, ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന്. അപ്പോൾ നമുക്കിതിൻ്റെ നാവളെ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വല ഒന്ന് പൊതിയാൻ പോവുക. നമ്മളിതിൻ്റെ കറക്റ്റ് ഒരു ലെവലിൽ നമ്മൾ കട്ട് ചെയ്ത് ഇത് നമ്മൾ തയ്ച്ച് പിടിപ്പിക്കാൻ പോകണേ. ഈ കൂടിന് ഒരു ചെറിയ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഈ പച്ച മുളയിലല്ല ചെയ്യുന്നത്. ഈ കമ്പി എന്ന് പറഞ്ഞാൽ കമ്പി ഇച്ചിരി മിനുസമുള്ള കമ്പിയാണ്. ചിലപ്പോൾ നമ്മൾ കെട്ടൊന്നും അത്ര മുറുക്കമായിട്ടിരിക്കത്തില്ല, ചെറിയ കോട്ടം വരും. അപ്പോൾ കൃത്യമായിട്ട് ഇരിക്കണമെങ്കിൽ അതുപോലെ നമ്മൾ വലിഞ്ഞു മുറുക്കി കെട്ടിയാലാണ്. ഈ പ്ലാസ്റ്റിക് ചാർ കിട്ടുന്ന കാരണം കൊണ്ട് ഇച്ചിരി കോട്ടം വരും. വലിയ കഥയൊന്നുമില്ല, നമുക്ക് മീൻ കിട്ടിയാൽ മതി. നമുക്കിതൊന്ന് തയ്ച്ച് പിടിപ്പിക്കുവാണേ. നമ്മൾ ഒരു 2 വിരലാട്ടം വരെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. 20 mm മേളിലാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അത് ആണെന്നോ
ചുറ്റോടിയിട്ട് നമ്മൾ ഒന്ന് കെട്ടിയിട്ട് നമുക്കിനി നാവളയം റിങ് നമുക്ക് ഇതേ ഒരു റിങ് പിടിപ്പിക്കുന്നുണ്ട്. ആ റിങ് നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ നാക്കും കൂടെ കെട്ടിയിട്ട് കാണിക്കാം. വല പൊതിയുന്നതൊക്കെ എളുപ്പം നമുക്ക് പൊതിഞ്ഞെടുക്കാം. ഈ നാവളയം ഒക്കെ സെറ്റ് ചെയ്യാൻ ഇതിൻ്റെ താമസവും. അപ്പോൾ നമ്മളത് കഴിച്ച് തീർന്നിരിക്കുകയാണ്. നമ്മളിത് പുറത്തിട്ടാണ് നമ്മൾ കഴിച്ചത്. ഈ നേരെ അകത്താക്കണം ഈ സാധനം. അപ്പോൾ നമ്മളിതാണ് നമ്മുടെ നാവളയം. ഇതിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻ കയറി ഇറങ്ങുന്ന സംഭവം. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമ്മൾ ഇതുണ്ട്. ഇതിനകത്ത് ഈ വളവിനകത്തൂടെ നമ്മൾ ഈ വല കയറ്റുക. ഉള്ള ഇതിനകത്തൂടെ കയറ്റുവാണ്. ഓരോ കണ്ണ് വെച്ച് ഇതിനകത്ത് കയറ്റുക. പിന്നെ ഓരോ കണ്ണിനകത്ത് വെച്ച് ഇങ്ങനെ നമ്മൾ കയറ്റി ഓർക്കണം. ഇത് താമസമുള്ള പണിയാണ്. കാരണം ഓരോ കണ്ണിനകത്തൂടെ കയറ്റി ഇറക്കി വിടുമ്പോൾ ഒരു സമയം എടുക്കും. കുഴപ്പമില്ല, എന്നാലും എളുപ്പം ചെയ്യാം. നമുക്ക് ഇതുപോലെ അങ്ങനെ കയറ്റണം മൊത്തം. അപ്പം മൊത്തം കയറ്റി നമുക്ക് റെഡിയാക്കാം. ഓക്കെ, നമുക്ക് ഒന്ന് ജോയിൻ ചെയ്താൽ മതി.
നാവളയത്തിനുള്ള വലയാണിത്. ഇതാണ് നമ്മുടെ കുറുനാക്ക് എന്ന് പറയും. അതായത് മീൻ ഇതിനകത്തോട് കയറി ഇറങ്ങാൻ കയറുകയും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന കുറുനാക്ക് എന്ന് പറയും. അപ്പോൾ അതാണ് നമ്മൾ ഇനി ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഈ നാക്ക് പിടിപ്പിക്കാവേ. അപ്പോൾ നമുക്കിത് തയ്ച്ച് പിടിപ്പിക്കാവേ. എന്നിട്ട് നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിനെ ഒന്ന് വലിച്ചു കെട്ടണം. ഈ നമ്മുടെ നാക്കോട് മൊത്തം വലിച്ചു കെട്ടി മുറുക്കണം. എന്നിട്ട് നാക്ക് ഈ ചെറിയ നാളെ നമുക്കൊന്ന് നാക്കും കൂടെ ഒന്ന് റെഡിയാക്കിയാൽ പിന്നെ വലിയ വല പൊതിഞ്ഞാൽ മതി. അധികം പണി ഇനിയിപ്പോൾ ഇല്ല. ഏറ്റവും കഷ്ടപ്പെട്ട പണികളാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഇതൊക്കെ ശകലം ഈ റിങ്ങിൻ്റെ ചെറുതായതുകൊണ്ട് അത് ഈ കൂടുതലായിട്ട് കിടപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ വലയൊന്ന് പൊതിയാൻ പോവുകയാണ്. അപ്പം കൂടിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് തീർന്നിരിക്കും. ഈ നാക്കൂട് ശക്കലം വളഞ്ഞിരിക്കുന്നത്, കമ്പി വളഞ്ഞു പോയി. അതുകൊണ്ടാണ് അതിനൊരു ഷേപ്പില്ലാതായിപ്പോയി. എങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് നന്നായില്ലെങ്കിൽ അതിൻ്റെ വിഷമമുണ്ട്. നമ്മൾ കെട്ടി വന്നപ്പോഴത്തേക്ക് കമ്പിയൊക്കെ വളഞ്ഞു പോയി. അപ്പം പിന്നെ അതങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. അത്ര ഭംഗിയൊന്നുമില്ല. എന്നാലും നമ്മളൊരു കൂട് ഉണ്ടാക്കി. അപ്പോൾ അടുത്തൊരു കൂട് ഉണ്ടാക്കി നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണിക്കാം. ഇനിയിപ്പോൾ വല ഞാനിപ്പം പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ജോയിൻ്റ് അടിച്ചാൽ മതി. ഇവിടെ ജോയിൻ്റ് എടുത്ത് ബാക്ക് സൈഡ് ഒന്ന് കെട്ടി. അപ്പോൾ ഇനിയിപ്പം വീഡിയോ എടുക്കാൻ ആരുമില്ല. അപ്പോൾ പിള്ളേരെല്ലാം സ്കൂളിൽ പോയി. പിള്ളേരാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് കൂടിൻ്റെ പരിപാടി തീർക്കുവാണ്. ഓക്കെ. നമ്മൾ എടുക്കുന്നത് ഞാൻ എടുത്തില്ലായിരുന്നു. കാരണം പിള്ളേരില്ലാത്ത കാരണം കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ തന്നെ അങ്ങോട്ട് ആക്കി പൊതിച്ചു. ഇനിയിപ്പം ചാലോടെ കഴിഞ്ഞാൽ നമ്മുടെ കൂടിൻ്റെ പരിപാടി തീരുവാണ്. അപ്പം ഇതിൻ്റെ നാത്തോടും കൂടെ ഒന്ന് വലിച്ചു കെട്ടാറുണ്ട്. ഇത് നാവളയാണിത്. ചെറുതായിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇതിനുണ്ടായി. കാരണം എന്ന് വെച്ചാൽ കമ്പി ഒന്ന് വളഞ്ഞു പോയി. അപ്പം വളഞ്ഞു പോയതനുസരിച്ച് ഇതിൻ്റെ ഒരു ചെറിയ ഒരു ഓട്ടം വന്നിട്ടുണ്ട്. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല. മീൻ കിട്ടിക്കോളും. അപ്പം
കൂടിൻ്റെ പണിയെല്ലാം പൂർത്തീകരിച്ചിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ നാക്കൂട് അതിൻ്റെ നാളെ നമുക്കൊന്ന് വലിച്ചു കെട്ടണമെങ്കിൽ അന്ന് ഇതിനെ നമുക്ക് ഇതിൻ്റെ നാക്കൊന്ന് വലിച്ചു കിട്ടണം. ഇതാണ് ഇങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. നമുക്ക് കാണിച്ചുതരാം. അപ്പം ഇവിടെ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് ഒരു കാര്യം ഗുണമെന്ന് പറഞ്ഞാൽ കയറുന്ന മീൻ തിരിച്ചിറങ്ങി പോകത്തില്ല. ഒരു കാരണവശാലും തിരിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെ കൂടുകൾ മുഴുവൻ ഞാൻ ഇങ്ങനെ ചെയ്യാറുള്ളത്. കമ്പി കൊണ്ടുണ്ടാക്കുന്ന കൂടാണെങ്കിലും ഇപ്പം ഭാര്യ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ വരുന്നത്. കമ്പി കൊണ്ടാണെങ്കിൽ ഒരു മിസ്റ്റേക്കും വരത്തില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ചരട് കെട്ടി വലിച്ച് കെട്ടുക. നമ്മൾ കൂടുതലും ഈ കമ്പിക്കൂടാണ് ഉണ്ടാക്കുന്നത്. വാരിക്കൂട് ഞാനങ്ങനെ ഉണ്ടാക്കും, എന്നാലും അത്ര വലിയ തൃപ്തിയില്ല എനിക്ക്. അപ്പം കറക്റ്റ് നമുക്ക് ഇതിൻ്റെ ഈ ശക്കലം കട്ട് ചെയ്ത് കളയാനുണ്ട്. അപ്പോൾ നമ്മുടെ നാളെയും കണ്ടോ കറക്റ്റ് അപ്പോൾ നമ്മുടെ കൂടിൻ്റെ പണി തീർന്നിരിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മളിനി കൂട് കട്ടി ഇടാനുള്ള ഒരു ചരടാണിത്. അപ്പം ഇത്രയുള്ള പരിപാടി പിടിച്ചെടുക്കുക. ഇവിടെ ഒന്നും ഞാൻ കെട്ടിയിട്ടില്ല, ഒരു സൈഡ് മാത്രമേ. കാരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാൻ പാടില്ല. ആ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. വീഴുമ്പോൾ ഒന്ന് കെട്ടത്തേ ഉള്ളൂ. നമുക്ക് മീൻ കിട്ടിയാൽ മതി, അതിന് വേണ്ടി മാത്രമാണ്. ഓക്കെ.